ഷമി സ്റ്റിച്ചിങ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നൈറ്റിയുടെ നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത്. ഇതുപോലെ നമുക്ക് ചെറിയ പീസസ് ലേസൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നൈറ്റി ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നെക്കിൻ്റെ വീതി എടുക്കുന്നത് 3 ഇഞ്ച് വീതിയാണ് എടുക്കുന്നത്. അതിവിടെ ഓൾറെഡി ഞാനിവിടെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ ഒരു ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലെങ്ത്ത് നമ്മൾ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിതിങ്ങനെ കറക്റ്റ് സെൻറ്റർ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് സെൻറ്റർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഒരു മടക്ക് പോലെ വരും. അവിടെയാണ് ലേസ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ലേസിൻ്റെ നല്ലപ്പുറം മുകളിലേക്ക് വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലും ഈ ഒരു ഭാഗം വരത്തക്ക രീതിയിൽ യോജിപ്പിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നു കുത്തി കൊടുക്കുക. ഇത് കഴുത്ത് തയ്ക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ലേസ് അടിച്ച് പിടിപ്പിക്കണം. കറക്റ്റാക്കി വെച്ചിട്ട് പിന്നു കുത്തി വയ്ക്കുക. ഇങ്ങനെ ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ 2 സൈഡും ഒപ്പാക്കി കൊടുക്കുക. കണ്ട, അപ്പോൾ ഇതിങ്ങനെ ഒരു കോണ് പോലെ ആയിട്ട് കിട്ടും. ഈ കോർണറിലും പിന്നു കുത്തി കൊടുക്കുക. ലേസിൻ്റെ ലെങ്ത്ത് ഒരു 26 ഇഞ്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ 6 ഇഞ്ച് ലെങ്ത്ത് ഓൾറെഡി കഴുത്തിൻ്റെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 12 ഇഞ്ച് ലെങ്ത്താണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. കഴുത്തിൻ്റെ താഴേക്ക് 12 ഇഞ്ച്. അപ്പം മൊത്തം ലെങ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡിസൈൻ വന്ന് നിൽക്കുക 17.5 ഇഞ്ചിലാണ് ഡിസൈൻ വന്ന് നിൽക്കുക. ഇനി നമുക്കിത് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ലേസ് ഇവിടെ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് നെക്ക് തയ്ച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ലേസ് അടിച്ച് പിടിപ്പിക്കുക. ഈ ഒരു സൈഡിലൂടെ അടിച്ചു കൊടുക്കുക. കോർണർ എത്തുമ്പോൾ സൂചി ഒന്ന് പൊക്കി കൊടുത്തിട്ട് തുണി തിരിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കോർണർ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നൂല് ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടൊന്നുമില്ല. സൂചി കുത്തി നിർത്തിയിട്ട് തിരിച്ച് വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ലേസ് ഇതുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ആ നെക്ക് ഞാൻ ഓൾറെഡി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു റൗണ്ട് ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നെക്ക് ഇതിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് പിന്നു കുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നു കുത്തി കഴിഞ്ഞാൽ തീരെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുമൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. ഈ ഒരു എഡ്ജിൽ കൂടെ തയ്ച്ചെടുക്കുക. അപ്പോൾ നെക്ക് ഞാൻ ഇതിൻ്റെ മേലെ കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് മറിച്ചിട്ടിട്ട് തയ്ച്ച് കൊടുക്കാം. പല മോഡലിലുള്ള നെക്കുകൾ ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഇതുപോലുള്ള ചെറിയ ചെറിയ പീസസ് ലേസുകളൊക്കെ നമ്മൾ ടോപ്പൊക്കെ തയ്ച്ചിട്ട് ബാക്കി കിട്ടിയാൽ എടുത്ത് വെച്ച് നമുക്ക് നൈറ്റിക്കൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഈ നെക്ക് കുർത്തിക്കും ചുരിദാറിനും ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. ഇവിടെ ചെറിയ ചെറിയ കട്ടുകളിട്ടിട്ട് മറിച്ചിട്ടിട്ട് പതിച്ചടിക്കുക. ഇതപ്പോൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇങ്ങനെ ചെറിയ പീസൊക്കെ ലേസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നൈറ്റിക്ക് അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻസ് റെഡിയാക്കി എടുക്കാൻ പറ്റും.
നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.